സുനിൽ, ഇപ്പോൾ ഡി മണി ചോദ്യം ചെയ്യലിനെത്തിയിരിക്കുന്നു. ശബരിമലയിലെ ഒരു ഉന്നതനുമായിട്ടാണ് താൻ ഇടപാടുകൾ നടത്തിയത്, അല്ലെങ്കിൽ സംസാരിച്ചത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ ശബരിമലയിലെ ഉന്നതൻ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇന്ന് ഡി മണി ഉത്തരം പറയുമോ എന്ന് ഉറ്റുനോക്കുന്നുണ്ട്. അതാരാകും എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മുൻ ദേവസ്വം മന്ത്രിയാകുമോ, അതോ ശബരിമലയിലെ മറ്റേതെങ്കിലും ഉന്നതരാകുമോ എന്ന വലിയൊരു ആകാംക്ഷ കൂടി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. നോക്കൂ, ഇവിടെ ഇപ്പോൾ എൻ വിജയകുമാർ കൂടി അറസ്റ്റിലായിരിക്കുന്ന ഒരു സ്ഥിതി. അന്നത്തെ ഭരണസമിതിയിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെ എല്ലാവരും പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പത്മകുമാർ പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തത് എന്ന് എൻ വിജയകുമാർ പറയുമ്പോൾ നോക്കൂ, ഇവിടെ എല്ലാ ഉത്തരവാദിത്വവും സ്വർണ്ണക്കൊള്ളയുടെ എല്ലാ ഗൂഢാലോചനയും പത്മകുമാറിലേക്ക് അവശേഷിക്കുന്നു. ഇപ്പോഴും പാർട്ടി ഒരു നടപടിയും എടുത്തിട്ടില്ല. സർക്കാർ എത്രത്തോളം പ്രതിരോധത്തിലാണ്? സർക്കാർ എന്നതിനപ്പുറത്തേക്ക് CPM-നെ കൂടുതൽ കുരുക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ് SIT-യുടെ അന്വേഷണം എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നോക്കൂ, CPM-നെ സംബന്ധിച്ച് ആദ്യം CPM-ന്റെ പ്രാദേശിക നേതാവ് വാസു അറസ്റ്റിലാവുന്നു. തൊട്ടു പിന്നാലെ CPM-ന്റെ പത്തനംതിട്ടയിലെ മുഖം എന്ന് പറയാൻ കഴിയുന്ന 45 വർഷക്കാലം ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന ഒരാൾ M പത്മകുമാർ അറസ്റ്റിലാകുന്നു. പിന്നാലെയാണ് വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് എത്തുന്നത്. അത് ഇന്നലെ നടക്കുന്നു. വിജയകുമാറിനെ സംബന്ധിച്ച് CPM-ന്റെ സർവീസ് സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നു. ഇപ്പോൾ CPM-ന്റെ തിരുവല്ലം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് 2019 ഭരണസമിതിയിൽ CPM നോമിനേറ്റ് ചെയ്ത 2 പേർ, ഒന്ന് പ്രസിഡന്റ് പത്മകുമാർ, മറ്റൊന്ന് വിജയകുമാർ. ഈ 2 പേരും ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ജയിലിനുള്ളിലാകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധിയിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയെന്ന് CPI അടക്കമുള്ള ഘടകകക്ഷികൾ വീണ്ടും ആവർത്തിക്കുന്നതിനിടയിലാണ് കൂടുതൽ CPM-മായി ബന്ധമുള്ള ആളുകളിലേക്ക് അന്വേഷണം പോകുന്നത് എന്നത് വളരെ നിർണായകമായ കാര്യമാണ്. മാത്രമല്ല നോക്കൂ, CPM-നെതിരെ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ആ കാലത്ത് ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നാണ്. എന്നാൽ നിലവിൽ കടകംപള്ളിയിലേക്ക് എത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ഇതുവരെയായി ലഭിച്ചിട്ടില്ല. എന്നാൽ ഇനി വരാനിരിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ, വരാനിരിക്കുന്ന എന്തെങ്കിലും മൊഴികൾ മന്ത്രിക്കെതിരാകുമോ എന്നത് വളരെ നിർണായകമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡി മണിയും ബാലമുരുകനും അടക്കമുള്ള ആളുകളുടെ മൊഴി വളരെ നിർണായകമാണ്. ആ ഉന്നതനാര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാകും ഒരുപക്ഷെ ഇന്ന് SIT-ക്ക് മുമ്പിൽ ആ മൊഴിയായി ബാലമുരുകനും ഒപ്പം ഡി മണിയും നൽകുക എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം പോകുമോ, ആരാണ് ഈ പറയുന്ന ഇടപാട് നടത്തിയ ഉന്നതൻ തുടങ്ങിയ അനവധിയായ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം ഇവരിൽ നിന്ന് ലഭിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയൊക്കെ വരുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയെ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം CPM ഇനി ഏതെങ്കിലും തരത്തിൽ CPM-ന് കൈകഴുകി പോകാൻ കഴിയാത്ത തരത്തിൽ CPM നോമിനേറ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങൾ പ്രധാനപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വർണ്ണക്കൊള്ളയിൽ അവർക്ക് പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒടുവിൽ അണികളോടെങ്കിലും കൃത്യമായി മറുപടി പറയേണ്ട ഒരു ബാധ്യതയിലേക്ക് CPM ചെന്നെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഇന്നലെ നോക്കൂ, CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെയും പറയുന്നത് പത്മകുമാറിനെതിരെ നിങ്ങൾക്ക് തലക്കെട്ടുണ്ടാക്കാൻ പറ്റുന്ന പാകത്തിൽ ഞങ്ങൾ ഒരു പുറത്താക്കൽ നടപടിയിലേക്ക് പോവില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. എന്തായാലും കുറ്റപത്രം വരട്ടെ, കുറ്റപത്രം വന്നതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം. CPM-നുണ്ട് എന്നല്ലേ? പത്മകുമാറിനപ്പുറം മുകളിലേക്ക് ഇനി വേറൊരാളുടെയും പേര്, പാർട്ടിയുമായി ബന്ധമുള്ള ഒരാളുടെയും പേര് ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടില്ല എന്നൊരു കോൺഫിഡൻസ് കൂടിയുണ്ടോ അതിനുള്ളിൽ? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണമാണ്. നേരത്തെ തന്നെ CPM ഇതുമായി ബന്ധപ്പെട്ട ഒരു മുൻകൂർ ജാമ്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ എടുത്തിട്ടുണ്ട്. അതായത് ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണം പോലും പോകാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല എന്നതാണ് CPM-ന്റെ അടിസ്ഥാനപരമായ നിലപാട്. മാത്രമല്ല ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെ വേണമെങ്കിലും അന്വേഷണം വരാം, ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, ആരിലേക്ക് വേണമെങ്കിലും അന്വേഷണം പോകാം.
എന്ന നിലപാടാണ് CPM എടുത്തത്. അത് നേരത്തെ തന്നെ നോക്കൂ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഒരു വാർത്താ സമ്മേളനത്തിനിടെ കടകംപള്ളിയിലേക്ക് അന്വേഷണം നീളുമോ എന്ന ചോദ്യത്തിന് ആരാണോ ഉത്തരവാദികൾ അവരിലേക്ക് പോവട്ടെ എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിലേക്ക് അന്വേഷണം പോകുമോ എന്ന് പോകാതിരിക്കാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ മൊഴി വളരെ നിർണായകമായ മൊഴിയാണ്. ആരുമായിട്ടാണ് ഈ ഇടപാടുകളൊക്കെ നടത്തിയത്, ആരായിരുന്നു ആ ശബരിമലയിൽ അന്ന് ഇടപാടുകൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖൻ എന്നൊരു ചോദ്യമുണ്ട്. അത് ഏതെങ്കിലും CPM നേതാവാണോ അതല്ല ശബരിമലയുമായി ബന്ധമുള്ള മറ്റാരെങ്കിലും ആണോ എന്നതാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ മൊഴിക്ക് ശേഷമായിരിക്കും ഇതിലെ ഒരു അന്വേഷണ സംഘം ആ ഒരു രീതിയിലേക്ക് അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവിടെ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നത്, രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുന്നത് CPM-നെ സംബന്ധിച്ചത് മാത്രമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് ഘടകകക്ഷികൾ വിലയിരുത്തിയ, അതല്ലെങ്കിൽ ഒരു പരിധിവരെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്നലെ CPM പോലും വിലയിരുത്തിയ വിഷയമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും. മാത്രമല്ല പത്മകുമാർ അടക്കമുള്ള ആളുകളെ പുറത്താക്കാതിരുന്നത് വലിയ ഈ പ്രതിസന്ധിയുടെ ആഴം കൂട്ടി, തിരിച്ചടിയുടെ ആഴം കൂട്ടി എന്നൊക്കെയാണ് ഇന്നലത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും സെക്രട്ടേറിയറ്റ് യോഗത്തിലുമൊക്കെ CPI-യുടെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് പത്മകുമാറിനെ ചേർത്ത് പിടിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക്, ഈ തിരിച്ചടികളുടെ ഒക്കെ വലിയ പ്രധാനപ്പെട്ട വിഷയമായി, പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി CPI അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ CPM-മായി വളരെ അടുത്ത ബന്ധമുള്ള CPM-ന്റെ സർവീസ് സംഘടനകളുടെയൊക്കെ സംസ്ഥാന നേതാവായിരുന്ന, പാർട്ടി നേതാക്കളുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന വിജയകുമാറിനെ കൂടി ഇന്നലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇനിയും അന്വേഷണം നീണ്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് മാസങ്ങൾ മാത്രമാണ്. സ്വാഭാവികമായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങളിൽ ഒന്നെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരേക്കുമെങ്കിലും CPM-നെ അല്ലെങ്കിൽ LDF-നെ വേട്ടയാടുമോ എന്ന ആശങ്ക LDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കുണ്ട്, CPM-ലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ഉണ്ട്.